2026 കണ്ട ഏറ്റവും നല്ല സിനിമകളിലൊന്ന് സിനിമാ നടനും കാസ്റ്റ് ഡയറക്ടറുമായ രാജേഷ് മാധവ് ആദ്യമായി സംവിധാനം ചെയ്ത സറ്റാരിക്കലായ സോഷ്യൽ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സിനിമയാണ് പെണ്ണും പൊറാട്ടും. പാലക്കാടിന്റെ നിഷ്കളങ്കത അത്രയും റിയലിസ്റ്റിക് ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു പടമാണിത്. രവിശങ്കറാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് അതിലും ഗംഭീരമായി എല്ലാ കഥാപാത്രങ്ങളും മത്സരിച്ച് അഭിനയിച്ച, ശരിക്കും അഭിനയിക്കുകയാണോ അതോ ആ ഗ്രാമത്തിൽ അവരറിയാതെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തതാണോ എന്ന് പോലും തോന്നിപ്പോകും ചില ഡയലോഗ് ഡെലിവറി ഒക്കെ കാണുമ്പോൾ. അത്രയും നാച്ചുറൽ ആയിട്ടാണ് ഗ്രാമത്തിലെ സംഭവങ്ങളും അവരുടെ സ്വഭാവവും കാണിച്ചിട്ടുള്ളത്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കഥയിലേത്. 2025 സിനിമയുടെ ഇനിഷ്യൽ റിലീസ് ഉണ്ടായിരുന്നത്. IFFKക്ക് ഇത് പ്രദർശിപ്പിച്ചിരുന്നു. IFFKയിൽ പ്രദർശിപ്പിച്ചത് കാണാൻ പറ്റാതെ പോയ സിനിമകളിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് തോന്നിയൊരു സിനിമയായിരുന്നു ഇത്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി തിയേറ്ററിലും കാണാൻ പറ്റിയില്ല. ആൻഡ് OTT റിലീസായിട്ട് ഇപ്പോൾ അറൌണ്ട് 2 വീക്സ് ആകാറായി. എന്നിട്ടും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു റീസൺ, സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കമൻസ് കണ്ടിരുന്നു, പാലക്കാടിന്റെ നിഷ്കളങ്കതയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫൺ എന്റർടൈനിങ് മൂവിയാണെന്നൊക്കെ. പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഇത് ജസ്റ്റ് ഒരു കോമഡി ഫിലിം മാത്രമല്ല. ഓരോ സിനിമയും സമൂഹത്തിന്റെ പ്രതിഫലനോ അല്ലെങ്കിൽ ലൈഫ് റിലേറ്റബിലിറ്റി ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ആൻഡ് വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഇങ്ങനെ കോംപ്ലക്സ് ആയി ചിന്തിക്കേണ്ടതുണ്ടോ, സിനിമയെ മാത്രം കണ്ടാൽ പോരെ എന്നൊക്കെ തോന്നാം. പക്ഷെ ഇവിടെ സൊസൈറ്റിയുടെ ഒരുപാട് കാര്യങ്ങൾ നിസ്സാരമായ ടോപ്പിക്സിലൂടെ കാണിച്ചു തരുന്ന ഒരു മിററാണ് ഈ സിനിമ. ആൻഡ് സിനിമകൾ ആസ്വദിക്കാൻ മാത്രമല്ല ചിന്തിക്കാനും കൂടിയുള്ളതാണ്. സോ വെൽക്കം ടു മൂവി ക്യൂ. ടുഡേ വി ഡിസ്കസ് ദി ആർട്ട് ബിഹൈൻഡ് പെണ്ണും പൊറാട്ടും. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഞാൻ അവസാനം പറയാം. ആദ്യം സിനിമയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് പെണ്ണും പൊറാട്ടും? പാലക്കാട് ജില്ലയിലുള്ള ഒരു നാടൻ കലാരൂപമാണ് പൊറാട്ട്. ഇത് നാടക രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ആക്ഷേപഹാസ്യത്തിലൂടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നൊരു കലാരൂപമാണിത്. ആൻഡ് പൊതുവെ ആണുങ്ങളാണ് പൊറാട്ട് അവതരിപ്പിക്കാറ്. സ്ത്രീ കഥാപാത്രങ്ങളെയും ആണുങ്ങൾ തന്നെ പെൺവേഷം കെട്ടി അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ആക്ഷേപഹാസ്യം പോലെ സിനിമയും സെറ്റേറിക്കലായിട്ടാണ് കഥ പറയുന്നത്. ചെറിയ പൊറാട്ടുകൾ ചേർന്നാണ് ഒരു വലിയ പൊറാട്ട് നാടകം ഉണ്ടാകുന്നത്. അതായത് പല ദേശത്തു നിന്നുള്ള അല്ലെങ്കിൽ പല ഗ്രൂപ്പുകൾ ഈ പൊറാട്ട് നടക്കുന്ന വേദിയിലെത്തുകയും ഈ പൊറാട്ടുകളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ചെയിൻ പോലെ ഒരു വലിയ പൊറാട്ട് നാടകമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓരോ പൊറാട്ടിനും ഓരോ കഥയുണ്ടെങ്കിലും അവയെല്ലാം ലിങ്ക് ചെയ്ത് ഒരു വലിയ നാടകമായി മാറുന്നു. ഇത് തന്നെയാണ് സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈലും. ഈ കലാരൂപത്തിന് നേരിട്ട് ഡെപ്പിക്ഷൻ അല്ല സിനിമയിലേത്, പക്ഷെ അതിന്റെ സ്ട്രക്ചറും ഫ്ലോയുമാണ് സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങിനും ഇൻസ്പയർഡ് ആയിട്ടുള്ളത്. ഇതാണ് സിനിമയുടെ നറേറ്റീവ് സ്ട്രെങ്ത്. വീഡിയോ മുഴുവൻ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് സിനിമയുടെ കോർ തീം ആദ്യമേ പറയാം. ഒന്ന്, സുട്ടു എന്ന നായയുടെ സർവൈവലും രക്ഷപ്പെടലുമാണ് മെയിൻ കഥ. സുട്ടുവിന്റെ POVയിലൂടെ ലോകവും ചുറ്റുപാടും അതിന്റെ തോട്ട്സും എല്ലാം കാണിക്കുന്നു. ടൊവിനോ ആണ് ഈ നായയ്ക്ക് ഡബ് ചെയ്തിട്ടുള്ളത്. പെർഫെക്റ്റ് ആയിട്ട് ടൊവിനോ അത് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഇമോഷണൽ കോറും സുട്ടുവിന്റെ കഥയാണ്. പക്ഷെ ഇതൊരു സിംഗിൾ സ്ട്രൈറ്റ് കഥയല്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് ഉപയോഗിക്കാൻ ഹരം പൂണ്ടിറങ്ങുന്ന ചില മനുഷ്യ പ്രതിനിധികളെ നമുക്ക് ഈ കഥയിൽ കാണാം. പോരാട്ട നാടകത്തിലേതുപോലെ സിനിമയിലും ചെറിയ ചെറിയ സംഭവങ്ങൾ ഓരോന്നായി നടക്കും. ആദ്യം നിസ്സാരമായി തോന്നുന്ന കാര്യങ്ങൾ പോലും മറ്റൊരു സംഭവത്തിന് ട്രിഗർ ചെയ്യുന്നു. ഇത്തരത്തിലൊരു സീരീസ് ഓഫ് ഇവന്റ്സിന് ശേഷം ഒടുവിൽ അത് കറങ്ങിത്തിരി സുട്ടുവിലേക്ക് തന്നെ എത്തുന്നു. ഇതൊരു നായയുടെ മാത്രം കഥയല്ല. ഇതിൽ കാണിക്കുന്ന മൃഗങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ മൃഗങ്ങളായി റെപ്രസെന്റ് ചെയ്യുന്നത് അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന മനുഷ്യരെയാണ്. സിനിമയുടെ തുടക്കത്തിലും അവസാനത്തിലുമായി അത് വ്യക്തമാക്കുന്നുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള കോട്ട് എഴുതി കാണിച്ചുകൊണ്ടാണ്. അതായത് ഓരോ അഭയാർത്ഥിയും ഓരോ കഥയാണ്. അവർ വീര്യം തോറ്റവരല്ല, പ്രതിസന്ധിയിൽ ശക്തരായവരാണ്. അതുപോലെ ക്ലൈമാക്സിൽ സുട്ടുവിന്റെ POയിൽ വരുന്ന മറ്റൊരു വരിയും, നിൽക്കാൻ പറ്റാത്ത ഇടത്തു നിന്ന് ഓടിപ്പോകാനല്ലേ ലോകം ഇത്രയും വലുതായിരിക്കുന്നത്. ഈ രണ്ട് വരികളാണ് പെണ്ണും പൊറാട്ടുന്ന സിനിമയുടെ ഹൃദയം എന്ന് വേണേൽ പറയാം. ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഒരേ ഇടത്ത് തന്നെ നിൽക്കാനാവില്ല. ചിലപ്പോൾ നമ്മളെ തള്ളി പറയുന്ന ഇടങ്ങൾ ഉണ്ടാവും, ചിലയിടങ്ങളിൽ നമ്മൾ ഉപേക്ഷിക്കുന്ന ആളുകളുണ്ടാവും. അഭയാർത്ഥികൾ എന്ന് പറയുന്നത് തോറ്റവരല്ല, പക്ഷെ നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടായാലും സഹിച്ച് അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിക്കുന്ന ഇടത്താണ് നമ്മൾ ശരിക്കും തോറ്റുപോകുന്നത്. നമ്മളെ ഒട്ടും വാല്യൂ ചെയ്യാത്ത, റെസ്പെക്ട് ചെയ്യാത്ത ഇടങ്ങളിൽ നിന്നും മാറിപ്പോകാൻ കാണിക്കുന്നതാണ് യഥാർത്ഥ ധൈര്യം. ഇതാണ് നമ്മൾ സിനിമയുടെ ക്ലൈമാക്സിലും കാണുന്നത്. സുട്ടുവിനെ പോലെ തന്നെ ഇനി സഹിക്കാൻ പഠിക്കേണ്ട, മറക്കാൻ പഠിക്കാം എന്ന് തീരുമാനിച്ച് ഓടി രക്ഷപ്പെടുന്ന അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന ഒട്ടനേകം മൃഗങ്ങളാണ് ക്ലൈമാക്സ് ഷോട്ടിൽ കാണിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയാൽ ആ മൃഗങ്ങളിൽ ഭൂരിഭാഗവും ആന, ആട്, കോഴി, പട്ടി, പൂച്ച എന്ന് തുടങ്ങി മനുഷ്യർ വളർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന, എന്നാൽ സ്വന്തം ആവശ്യത്തിനും സൗകര്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന മൃഗങ്ങളാണ്. ആ ആവശ്യം കഴിയുമ്പോൾ അവയുടെ സ്ഥാനം മാറും, ബന്ധിക്കപ്പെടും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ക്ലൈമാക്സിൽ ചങ്ങല പൊട്ടിച്ചോടുന്ന ഒരു വളർത്തുന്ന ആനയെ കാണാം. സുട്ടുവും ആ ആനയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും ഒരേ സിസ്റ്റത്തിന്റെ ഇരകളാണ്. ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി രണ്ടാമത്തേത് ചാരു എന്നൊരു സാധാരണ പെൺകുട്ടിയുടെ കഥയാണ്. അവളുടെ പേഴ്സണൽ സ്പേസിൽ നടക്കുന്ന ഒരു കാര്യം ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ നാട്ടുകാർ ഏറ്റെടുത്ത് വഷളാക്കി അതൊരു വലിയ പൊറാട്ടാക്കി മാറ്റുന്നു.
ഇവിടെ ചാരു ആ പൊറാട്ടിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവൾ ജീവിക്കുന്ന സമൂഹം അവളെ കേൾക്കുക പോലും ചെയ്യാതെ അതിൽ ജഡ്ജ്മെന്റ് നടത്തി തീരുമാനങ്ങളും എടുത്ത് അവളെ അതിന്റെ ഇരയാക്കി മാറ്റുന്നു. ആൻഡ് ഇത് സിനിമയിലെ മാത്രം ഒരു സംഭവമല്ല, നമ്മുടെ സമൂഹത്തിൽ ഇന്നും നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നും ഒരു പെൺകുട്ടിയുടെ ലൈഫിനെ കുറിച്ച് അവളേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് സമൂഹമാണ്. അവൾ എന്ത് ചെയ്യണം, എങ്ങനെ പെരുമാറണം, എവിടെ വരെ പോകണം എന്നെല്ലാം തീരുമാനിക്കുന്നത് പലപ്പോഴും മറ്റുള്ളവരാണ്. ഒന്നുകിൽ അത് വീട്ടുകാരായിരിക്കാം, ഇല്ലെങ്കിൽ വീട്ടുകാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുടുംബക്കാരോ നാട്ടുകാരോ ആയിരിക്കാം. ചിലപ്പോൾ അവളുടെ ശബ്ദവും കേൾക്കാൻ തയ്യാറാവില്ല. പലപ്പോഴും പറയുന്ന സത്യവും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. ഇതാണ് ചാരുവിന്റെ അവസ്ഥ. ആൻഡ് പൊറാട്ട് ഇവിടെ ഒരു കലാരൂപം മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ചാരു ആ പൊറാട്ടിന്റെ സെന്റർ ആണെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്ന മറ്റുള്ളവരാണ്. അതുകൊണ്ടാണ് പെണ്ണും പൊറാട്ടും എന്ന പേര് കൂടുതൽ മീനിങ്ഫുള്ളും കഥയ്ക്ക് ഏറ്റവും ആപ്റ്റും ആകുന്നത്. ഇനി പറയുന്നത് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ഈ രണ്ട് കഥയിലും സിനിമ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മോബ് മെന്റാലിറ്റിയുടെ ഒരു ഭീകരതയാണ്. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള വ്യക്തികൾ പോലും ഒരു ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ അതിൽ മെജോറിറ്റിയായി നിൽക്കുന്ന വികാരത്തിന്റെ ഭാഗമായി അവരും മാറുന്നു. അവിടെ ആൾക്കൂട്ട വിചാരണയും ശിക്ഷയും ഉണ്ടാകുന്നു. ആൻഡ് ഇതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ വളരെ സിമ്പിളായി ഒരു കുഞ്ഞു കഥയിൽ പറയുന്നു എന്നതാണ്. ആൻഡ് ഇത് മാത്രമല്ല, ആളുകളുടെ സ്വഭാവങ്ങളും ഓരോ സന്ദർഭത്തിലും പെരുമാറുന്ന രീതികളുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ പല ലെയറുകളുള്ള ഒരു സിനിമയാണിത്. ഇതിൽ ചാരുവിന്റെയും സുട്ടുവിന്റെയും കഥ പാരലായി നടക്കുന്നതാണെങ്കിലും ഇവ പരസ്പരം കണക്റ്റഡ് ആണ്. ചാരുവിന്റെ കാമുകന്റെ വീട്ടിലെ വളർത്തുനായയാണ് സുട്ടു. അതുപോലെ രണ്ട് കഥയിലും പ്രശ്നങ്ങൾ ആളിക്കത്തിക്കാനും കണക്ട് ചെയ്യാനും സുജാതൻ മാഷ് എന്നൊരു ക്യാരക്ടറുമുണ്ട്. രണ്ടിനെയും കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു അൺസീൻ ത്രെഡാണ് ഈ സുജാതൻ മാഷ്. ഈ ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷനും സ്വഭാവവും കാണിക്കുന്നതാണ് സിനിമയിലെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ. ഈ ഓപ്പണിംഗ് ഷോട്ട് ഒരു കലാപത്തിന്റെ ബാക്കിയാണ് കാണിക്കുന്നത്. ഇതിലെ മെയിൻ കഥാപാത്രങ്ങളിലൊന്നായ വില്ലൻ ടച്ചൊക്കെ തോന്നിക്കുന്ന സുജാതൻ എന്ന ക്യാരക്ടർ ചെറിയ പ്രായത്തിൽ എങ്ങനെയായിരുന്നുവെന്നും വഴക്കുകളും കലാപങ്ങളും എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്നും ഈ ഒരു സീനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. എല്ലാം നോക്കിക്കാണുന്ന, എന്നാൽ ഉള്ളിൽ കലാപത്തിന്റെ കേയോസ് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ. ആൻഡ് വലുതായതിനു ശേഷവും ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് ആദ്യ സീനുകൾ തന്നെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു റോളാണിത്. യഥാർത്ഥ പോരാട്ട നാടകത്തിൽ ചെറിയ പോരാട്ടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വിദൂഷക കഥാപാത്രം ഉണ്ടായിരിക്കും. സിനിമയിലേത് അത് സുജാതനാണ്. എന്നാൽ അയാൾ സാധാരണ ക്യാരക്ടേഴ്സിനെ പോലെയല്ല, സമൂഹത്തിൽ വിലയുള്ള, മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അതാണ് അയാളെ ഡേഞ്ചറസ് ആക്കുന്നതും. അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു തരത്തിൽ തുടക്കമിടുന്നതോ ആളിക്കത്തിക്കുന്നതോ മറ്റൊന്നിലേക്ക് നയിക്കുന്നതുമെല്ലാം സുജാതൻ മാഷാണ്. മൊറാലിറ്റിയുടെ പിന്നിൽ മറഞ്ഞിരുന്ന് വഴക്കുകൾ ആസ്വദിക്കുന്ന പകൽമാന്യൻ. അയാൾ ഒരു വ്യക്തി മാത്രമല്ല, ഒരു മൈൻഡ് സെറ്റ് ആണ്. കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പ്രശ്നങ്ങളെ വലുതാക്കി മാറ്റുന്ന, സ്വന്തം പങ്ക് ഒരിക്കലും തുറന്നു കാണിക്കാത്ത ഒരു സമൂഹത്തിന്റെ മൈൻഡ് സെറ്റ്. ഇതിനുശേഷമുള്ള സെക്കൻഡ് ഇൻട്രോ സുട്ടു എന്ന നായയുടെ ലൈഫാണ്. എന്തുകൊണ്ട് അവൻ രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നുവെന്ന് നമുക്ക് ആദ്യത്തെ ഷോട്ടുകളിൽ നിന്ന് തന്നെ ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യുന്നു. അതായത് കോൺഫ്ലിക്റ്റിന്റെ മോട്ടീവ്. പിന്നീടുള്ള 4 സീനുകളായി സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സിനെയും അവരുടെ സ്വഭാവവും മൈൻഡ് സെറ്റും എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒന്നാമത്തെ സീൻ ഇതിലെ നായക കഥാപാത്രമായ കുമാറിനെയും കോൺഫ്ലിക്റ്റ് നടക്കുന്ന, അതായത് ചാരുവിന്റെ കഥയിലെ പൊറാട്ട് നടക്കുന്ന വേദിയുമാണ് കാണിക്കുന്നത്. കുമാറിന്റെ വീട്ടിൽ നടക്കുന്ന പയറ്റാണ് ആ വേദി. ഇവിടെ കുമാർ എന്ന ക്യാരക്ടറിന്റെ കല്യാണം നടത്തുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനുമൊക്കെ ആയിട്ടാണ് ഈ പയറ്റ് നടത്തുന്നത്. അതിൽ താല്പര്യമില്ലാത്ത കുമാർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് അവിടുത്തെ യുവാക്കളെല്ലാം, അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സ് ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. ഈ രണ്ട് പുറത്തിലും വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ സീനിൽ തുടക്കത്തിൽ തന്നെ ഒരു ഹാംസ്റ്ററിനെ വീലിലിട്ട് കറക്കുന്ന സീനുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ആദ്യം തോന്നിയത് എന്തോ എക്സ്പെരിമെന്റ്സിന്റെ ഭാഗമാണെന്നാ. പിന്നീടാണ് അതിനെ ഓടിപ്പിച്ചുകൊണ്ടൊരു വീല് കറങ്ങി അതൊരു പുള്ളി സിസ്റ്റം കറക്കി വിശറി അനക്കുന്നത് കാണാം. അതായത് അവിടെ ഇരിക്കുന്നവർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു പാവം ജീവിയിട്ട് കഷ്ടപ്പെടുത്തുന്നു. ഇത് വെറും ഒരു വിഷ്വൽ ഡീറ്റെയിൽ അല്ല, സിനിമയുടെ കോർ ഐഡിയ തന്നെ സട്ടിലായി പറയുന്ന ഒരു മെറ്റഫറാണ്. അതിൽ പറയുന്നുണ്ട് പഴയ പോലെ കാറ്റ് കിട്ടുന്നില്ല, അത് ചാവാറായി എന്നൊക്കെ. അതിൽ നിന്ന് തന്നെ കാലാകാലങ്ങളായി അതിനെ ഇതുപോലെ യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. ഇവിടെ ഹാംസ്റ്ററിനെ സംബന്ധിച്ച് അതിന് വേറൊരു ചോയ്സ് ഇല്ല, ഓടുക എന്നല്ലാണ്ട്. ഇത് സൊസൈറ്റിയുടെ ഒരു ഹാഷ് ട്രൂത്ത് ആണ്. മറ്റുള്ളവർക്ക് കാറ്റ് കിട്ടാൻ വേണ്ടി എന്നും ഒരേ വീലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചില മനുഷ്യരുണ്ടെന്ന് ഓർമ്മപ്പെടുത്തൽ. ഈ ഒരു ഷോട്ടിലൂടെ തന്നെ ക്യാരക്ടേഴ്സിന്റെ മൈൻഡ് സെറ്റും അവരുടെ സെൽഫിഷ്നെസ്സും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് അവിടെ ചാരു എന്ന കഥാപാത്രത്തെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് കുമാറിന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്നും വിവാഹം കഴിക്കാതെയുള്ള സെക്ഷൽ ലൈഫാണ് നോക്കുന്നതെന്നും പറയുന്നു. അതിൽ താല്പര്യം തോന്നുന്ന സുജാതൻ മാഷും എല്ലാവരുടെ അയാളെ കളിയാക്കി ഒരു തീപ്പൊരി അയാളുടെ മനസ്സിൽ വിതറിയിടുന്നു. ചാരുവിനെ പറ്റി അവിടെയുള്ള പയ്യനിൽ നിന്നും കേൾക്കുന്ന കുമാറിന് സെക്ഷലി താല്പര്യം തോന്നുകയും അത് ചാരുവിന് മെസ്സേജ് അയച്ച് ചോദിക്കുകയും ചെയ്യുന്നു. തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ചാരു അപ്പോൾ തന്നെ വിലക്കുകയും ആ പ്രശ്നം അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി എല്ലാം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതേസമയം സുട്ടുവിന്റെ കഥയിൽ സുട്ടു വീട്ടുകാരുടെ ഉപദ്രവം സഹിക്ക വയ്യാഞ്ഞ്
ചാരുവിന്റെ കാമുകനായ ബാബുരാജിന്റെ അമ്മയെ കടിച്ചിട്ട് ഓടിപ്പോകുന്നു. ആൻഡ് അവിടെ നിന്നും ചെയിനായി കുറച്ച് സംഭവങ്ങൾ ഉണ്ടാകുന്നു. പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഈ നായ കിതയ്ക്കുന്ന കണ്ടുകൊണ്ട് അവിടെയുള്ളവർ പട്ടിക്ക് പേ പിടിച്ചതാണെന്ന് പറഞ്ഞ് പരിഭ്രാന്തി ഉണ്ടാക്കുന്നു. പ്രാണരക്ഷാർത്ഥം പോലീസുകാരനെ കടിച്ചുകൊണ്ട് സുട്ടു അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്നും റിയൽ സർവൈവൽ തുടങ്ങുകയാണ്. നാട്ടിൽ പേപ്പട്ടി ഇറങ്ങിയിട്ടുണ്ടെന്ന് വാർത്ത പരക്കുകയും നാട്ടുകാർ പേടിച്ച് വീടുകളിൽ കയറുന്നു. ആൻഡ് ആ ഷോട്ടിൽ കാണിക്കുന്ന മുന്നൊരുക്കങ്ങളിൽ നിന്ന് പേപ്പട്ടി ഇറങ്ങുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആ നാട്ടിൽ പതിവാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരാൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ സംശയത്തിലൂടെയോ അഭ്യൂഹങ്ങളിലൂടെയോ ഒക്കെ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് വലിയ കലാപങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴിയൊരുക്കുന്നതിന്റെ ഒരു എക്സാമ്പിളാണ്. അങ്ങനെ സുട്ടുവിന് പേയാണെന്ന സംശയം സത്യമായി പരന്നതോടെ അത് വാർത്തയായി മാറുന്നു. സ്വാഭാവികമായി നടന്ന സംഭവങ്ങൾക്ക് ബന്ധം പോലും ഇല്ലാത്ത രീതിയിൽ ആ ന്യൂസ് പുറത്തു പോകുന്നു. ഓടി വരുന്ന നായയെ കണ്ട് പേടിച്ച് വെള്ളത്തിൽ വീണ ഡാം പണിക്കാരുടെ നേതാവിനെ മറ്റുള്ളവരെ നായയിൽ നിന്ന് രക്ഷിക്കാൻ ധീരമായി ഡാമിലേക്ക് എടുത്തു ചാടിയ മഹത് വ്യക്തിയായി വാർത്തയിൽ നെറേറ്റ് ചെയ്യുന്നു. സ്വാഭാവികം. പേപ്പട്ടി ഇറങ്ങിയെന്ന് കേൾക്കുന്നതും അതിൽ ഹരം കൊണ്ട് അതിനെ പിടിക്കാൻ ഇറങ്ങുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള നമ്മൾ ആദ്യത്തെ സീനിൽ കണ്ട ക്യാരക്ടേഴ്സ് രംഗത്ത് വരുന്നു. ഇത് കാണുമ്പോൾ പ്രത്യേക പ്രശ്നങ്ങൾ മാത്രം വരുമ്പോൾ ഓടിയെത്തുന്ന ചില സാമൂഹിക പ്രതിബദ്ധതക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ കോർ നിങ്ങളിലേക്ക് എത്തിയെന്ന് സാരം. ഭ്രാന്തമായി ഹരം കൊണ്ട് നായയുടെ പിന്നാലെ ഓടുന്ന ഇവരെ കാണുമ്പോൾ ശരിക്കും നായയ്ക്കാണോ അതോ മനുഷ്യനാണോ പേയെന്ന് പോലും തോന്നിപ്പോകും. അത് പീക്കിലെത്തുന്നത് ക്ലൈമാക്സിലെ രംഗങ്ങളിലാണ്. ഇതിനിടയിൽ നായ പോകുന്ന വഴികളൊക്കെയും വഴക്കുകളായി മാറുന്നു. അതിപ്പോൾ ആരോപണ വിധേയം സഞ്ചരിക്കുന്ന വഴികളെല്ലാം കലാപങ്ങൾ ഉണ്ടാവുമല്ലോ. ആൻഡ് അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനുണ്ട്. കോഴിക്കൂട്ടിൽ നിന്ന് നായ ഇറങ്ങി പോകുന്ന ചിലർ കാണുകയും പേപ്പട്ടി കോഴികളെ കടിച്ചിരിക്കണം എന്ന നിഗമനത്തിൽ എല്ലാ കോഴികളെയും കൂട്ടത്തോടെ കൊന്ന് കത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. ആൻഡ് അത് കാണുന്ന നമുക്കറിയാം അത് സത്യമല്ല എന്നുള്ളത്. ഇനി പൊതുവെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ സംഭവത്തിൽ ഉൾപ്പെട്ടവർക്കോ അല്ലെങ്കിൽ നേരിട്ട് കാണുന്നവർക്കോ അറിയാം സത്യം എന്താണെന്ന്. പക്ഷെ പറയാൻ സൗകര്യവും ഹരവും നുണയ്ക്കായതുകൊണ്ട് സംശയങ്ങൾ സത്യങ്ങളായി മാറുന്നു, നുണകൾ പ്രചരിക്കപ്പെടുന്നു. അതിൻ്റെ ഒരു മെറ്റഫറിക്കൽ വിഷ്വലൈസേഷനാണ് ഈ സീൻ എന്ന് വേണേൽ പറയാം. ഇവിടെ കോഴിയുടെ പുറത്ത് ചോര കൂടി കണ്ടതോടെ അവിടെ നിൽക്കുന്നവർ പറഞ്ഞ അഭിപ്രായങ്ങൾ സിറ്റുവേഷനെ കൂടുതൽ വഷളാക്കുന്നു. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോ ഒരാൾ പറഞ്ഞത് മറ്റുള്ളവർ അത് റിപ്പീറ്റ് ചെയ്ത് കൺഫേം ആക്കി അവസാനം അതൊരു ഫാക്റ്റായി മാറുന്നു. അതാണ് അവിടെ വഴക്കിൻ്റെ ഓർ പൊറാട്ടിൻ്റെ തുടക്കം. അതായത് ഒരു റൂമർ അത് ഫിയർ ഉണ്ടാക്കുന്നു, പിന്നീട് ഒരു മോബ് റിയാക്ഷനിലേക്ക് മാറുന്നു. ആരും സത്യം പരിശോധിക്കുന്നില്ല, എവിഡൻസ് ആരും അന്വേഷിക്കുന്നില്ല, ആൾക്കൂട്ട വിചാരണ നടത്തി പണിഷ്മെന്റ് നിശ്ചയിക്കുന്നു. ഈ സിനിമയിൽ മൃഗങ്ങളായി റെപ്രസെന്റ് ചെയ്യുന്നത് ശബ്ദിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ എതിർക്കാൻ ശക്തിയില്ലാത്ത സഹിക്കാൻ പഠിച്ച മനുഷ്യരെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സോ ഇരയാകേണ്ടി വരുന്നവർ ശബ്ദിക്കാൻ കഴിയാത്തവരാണെങ്കിൽ പിന്നീട് അതിന്റെ വിധി തീരുമാനിക്കുന്നത് ആൾക്കൂട്ടമായിരിക്കും. ഇവിടെ കൊന്നിട്ട് കത്തിക്കാമെന്ന് സുജാതൻ മാഷ് പറയുന്ന ആ സീനിലൊക്കെ പുള്ളിയുടെയും മറ്റുള്ളവരുടെയും എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ നമുക്ക് ആ സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു ഡാർക്ക് സൈഡ് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ കൊല്ലാൻ മുന്നിട്ട് വരുന്നത് കുട്ടികളാണ്. അമ്പ് ചെയ്ത് കൊല്ലുന്ന രീതിയാണ് കാണിക്കുന്നത്. അത് ചെയ്യുമ്പോഴും കോഴി ചാവുന്നത് കാണുമ്പോഴും എല്ലാമുള്ള അത് ചെയ്യുന്നവരുടെ ആ ഹരം കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നും. പക്ഷെ അത് ചെയ്യുന്നവർക്ക് അവരൊരു വലിയ പ്രശ്നം പരിഹരിക്കുന്ന പോലെയാണ്. ഇവിടെ കുട്ടികളുടെ എക്സ്പ്രഷനിൽ നിന്ന് പോലും ഒരു വയലന്റ് ആയിട്ടുള്ള മോബിലേക്ക് വരുമ്പോൾ അവരും എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, അവരുടെ വികാരം വയലന്റ് ആയിട്ട് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ സിനിമയിലെ മാത്രം ഒരു സംഭവമല്ല, ഇന്നത്തെ സമൂഹത്തിലും നമ്മൾ കാണുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ തിയറിയിലൊക്കെ ആണെങ്കിൽ സ്പൈറൽ ഓഫ് സയൻസ് എന്നൊരു തിയറി ഉണ്ട്. അതായത് മെജോറിറ്റി ഓഫ് ആൾക്കാർ ഒരു കാര്യത്തിൽ വിശ്വസിക്കുകയും നമുക്കതിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ഒപ്പീനിയൻ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കതിനോട് യോജിപ്പുണ്ടായിരിക്കില്ല. പക്ഷെ നമ്മളത് തുറന്ന് പറയാൻ ധൈര്യം കാണിക്കില്ല. നമ്മളത് പറയുമ്പോൾ അത് ആൾക്കാർ കേൾക്കും, അല്ലെങ്കിൽ ഇത്രയും പേര് അത് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അതായിരിക്കും ശരി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മളവിടെ ഒറ്റപ്പെട്ടു പോകും, ഐസൊലേറ്റഡ് ആയി പോകും എന്നൊരു ഫീലിംഗ് കാരണം നമ്മൾ നമ്മുടെ സത്യം അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായം പറയത്തില്ല. ഇതുവഴി കാണുന്നവർ വിചാരിക്കും മെജോറിറ്റിയും അല്ലെങ്കിൽ എല്ലാവരും തന്നെ, അതായത് ഒരു 100 പേരിൽ 90 പേര് റോങ് ആയിട്ട് വിശ്വസിക്കുകയും 10 പേര് സത്യമുള്ളെങ്കിലും ആ 10 പേര് സത്യം പറയാതിരിക്കുന്നിടത്തോളം 100 പേരും ശരിയാണ്, അപ്പോൾ അത് തന്നെയാണ് സത്യവും ശരിയുമെന്ന് കാണുന്നവർ വിശ്വസിക്കും. ആൻഡ് ആക്ച്വലി ഈ തിയറിയാണ് ഇവിടുത്തെ എല്ലാ പൊളിറ്റിക്കൽ അജണ്ടയിലും ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ആപ്ലിക്കബിൾ ആകുന്നത്. ആൻഡ് ഈ സീനിന് ശേഷം പിന്നീട് അവിടെ നടക്കുന്ന വഴക്കിന് കാരണം എന്താണെന്ന് അല്ലെങ്കിൽ അവിടെ സംഭവിച്ച എന്താണെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സീനുണ്ട്, സുജാത മാഷും മറ്റു ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ. ആൻഡ് ആ സീൻ എനിക്ക് പേഴ്സണലി അതിപ്പോഴത്തെ മീഡിയ റെപ്രസെന്റ് ചെയ്യുന്ന പോലെയാണ് തോന്നിയത്. ഇവർ അറിയാത്തവർക്ക് സംഭവം വിവരിച്ചു കൊടുക്കാൻ മുന്നിൽ നിൽക്കും, എന്നാൽ അവരത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ സത്യം അറിയില്ല. അയാൾ അത് കണ്ടു, ഇയാൾ ഇത് കണ്ടു എന്ന് മുന്നിൽ നിന്ന് പറഞ്ഞു കൊടുക്കും. ആ സീൻ നോക്കിയാൽ അവിടെ പ്രാക്ടിക്കലായി സംസാരിക്കുന്നവരും ഉണ്ട്,
കോഴിയുടെ പുറത്തെ ചോര ചിലപ്പോൾ അതിന്റെ കൊക്കുകൾ തമ്മിൽ കൂട്ടിത്തട്ടിയതാവാം എന്ന് പറയുന്നുണ്ട് ഒരാള്. എന്നാൽ പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവരെ ആരും കേൾക്കാൻ തയ്യാറല്ല. കാരണം ആളുകൾക്ക് വേണ്ടത് ട്രൂത്ത് അല്ല, പലപ്പോഴും വിശ്വസിക്കാൻ എളുപ്പമുള്ള ഒരു കഥയാണ്. ഇതൊരു റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ സത്യം സുതാര്യമായി അറിയിക്കേണ്ടവർ തന്നെ ആദ്യം ആരാ വാർത്ത അറിയിച്ചു എന്ന് പ്രൂവ് ചെയ്യാൻ മെനക്കെടുമ്പോൾ സത്യം അറിയുമ്പോഴേക്കും ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഇരയ്ക്ക് ശിക്ഷ വിധിച്ചവർ തന്നെയായിരിക്കും പിന്നീട് ഈ ഇരകളുടെ രക്ഷകരായി മാറുന്നതും. പിന്നെ പ്രതിക്ക് നേരെ ഈ സെയിം പ്രോസസ്സ് തുടങ്ങും. വിചാരണയായി, കമ്മീഷൻ രൂപീകരിക്കലായി. പക്ഷെ ആദ്യം നടന്ന അനീതിക്ക് മാത്രം ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. ഇനി നമുക്ക് ചാരുവിന്റെ കഥയിലേക്ക് തിരിച്ചു വരാം. കുമാറിന്റെയും ചാരുവിന്റെയും ചാറ്റ് അൺഎക്സ്പെക്റ്റഡായി കേൾക്കുന്ന ചാരുവിന്റെ ഒപ്പമുള്ള മീനാകുമാരി എന്ന ക്യാരക്ടർ അത് നാട്ടിലെ സുമ എന്ന കൂട്ടുകാരിയെ അറിയിക്കുന്നു. ആൻഡ് ഇവിടം തൊട്ടാണ് കഥ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. സുമയും അവരുടെ അമ്മ സുലുവുമാണ് പിന്നീട് ഈ വിഷയത്തിനെ വളർത്തി വലുതാക്കി ആ വിവരം നാട്ടിൽ മൊത്തം അറിയിക്കുന്ന, നമ്മൾ ഈ മഞ്ഞപ്പത്രം എന്നൊക്കെ വിളിക്കുന്ന കണക്കുള്ള ക്യാരക്ടേഴ്സ്. സുലു കൊടുത്ത പിരിവ് കുറഞ്ഞു പോയതിനെ ചൊല്ലി കുമാറിന്റെ അമ്മയുമായി വഴക്കിട്ട് പോകുന്നു. സുലു സുമ പറഞ്ഞ് ചാരുവിന്റെയും കുമാറിന്റെയും ചാറ്റിനെ പറ്റി അറിയുന്നു. ആൻഡ് സുമ ഇത് പറയുന്ന സാഹചര്യമാണ് ഹൈലൈറ്റ്. സുലുവിന്റെ വീട്ടിലെ പശു കയറ് പൊട്ടിച്ച് ഓടി പോകുന്ന കാണുകയും അതിന്റെ പിന്നാലെ ഓടി അതിനെ കിട്ടാതെ വരുന്നു. ഈ അവസാന ക്ലൈമാക്സിൽ മൈഗ്രേറ്റ് ചെയ്തു പോകുന്ന മൃഗങ്ങളിൽ ഒരു പശുവിനെ കാണാൻ പറ്റും. ഈ പശു നഷ്ടപ്പെട്ട വിഷമത്തിലിരിക്കുന്ന സുലുവിനെ സന്തോഷിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന രീതിയിലാണ് സുമ ഈ കാര്യം പറയുന്നത്. പശു പോയാൽ എന്താ, ഈ കാര്യം ചാരുവിന്റെ വീട്ടിലും മറ്റുള്ളവരെ അറിയിച്ച് കുമാറിന്റെ വീട്ടുകാരൻ നാണം കെടുത്താം എന്ന് തീരുമാനിച്ച് രണ്ടുപേരും കൂടെ ചാരുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ എല്ലാം കുറച്ച് കൂട്ടി പറഞ്ഞോളട്ടോ അമ്മ എന്ന് സുമ സുലുവിനോട് പറയുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ അറിഞ്ഞ കാര്യം കുറച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞാലല്ലേ അതിലൊരു സുഖം ഉണ്ടാവുള്ളൂ. ഇവിടെ ചാരുവിന്റെ അച്ഛൻ വഴക്കിലൊന്നും പോകാൻ താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ അങ്ങനെയുള്ളവരെ ഒന്നിനും കൊള്ളാത്തവരായിട്ടല്ലേ സൊസൈറ്റി കാണുകയുള്ളൂ. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ചാരുവിന്റെ അമ്മയോട് അവർ കാര്യം പറയും. അവിടെ നിന്ന് മറ്റു ബന്ധുക്കാരെയും കൂട്ടി കുമാറിന്റെ വീട്ടിലേക്ക് അത് ചോദിക്കാൻ പോകുന്നു. കറക്റ്റായിട്ട് പറഞ്ഞാൽ കച്ചറ ഉണ്ടാക്കാൻ പോകുന്നു. ആൻഡ് പോകുന്ന വഴിക്ക് കാണുന്ന നാട്ടുകാരിൽ ഇവരുടെ കൂടെ കൂടുന്നു. ആൻഡ് കൂടാത്തവരെ നമുക്ക് ആള് വേണമെന്ന് പറഞ്ഞ് കൂടെ കൂട്ടുകയും ചെയ്യുന്നു. കുമാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവർ പയറ്റിന് വന്നതാണെന്ന് കരുതി കുമാറിന്റെ അമ്മയും ബന്ധുക്കാരും എല്ലാവരെയും ക്ഷണിച്ച് അകത്തേക്കിരുത്തി പലഹാരം കൊടുക്കുന്നു. പിന്നീട് അവിടെ ഈ സംഭവം പറഞ്ഞിട്ട് വലിയ വഴക്കായി മാറുന്നു. കുമാറിന്റെയും ചാരുവിന്റെയും വിഷയത്തിൽ നിന്ന് തുടങ്ങി സംസാരിക്കുന്നവരുടെ വാടപ്പിക്കാനായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി അതൊരു അംഗക്കളമായി മാറുന്നു. ഇതിനിടയിൽ നമ്മുടെ സുട്ടു ഓട്ടത്തിനിടയിൽ ചാരുവിന്റെ വീട്ടിലെത്തുകയും പേപ്പെട്ടി വരുന്നത് കണ്ട് അത്രയും നേരം അടിയിട്ടുകൊണ്ടിരുന്നവർ ഒരുമയോടെ ഒരുമിച്ച് കുമാറിന്റെ വീടിനുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. അവസാനം വഴക്ക് മതിയാക്കി ഇതിനൊരു സൊല്യൂഷൻ കാണാൻ സുജാതൻ മാഷ് പറയുന്നു. അല്ലെങ്കിലും എല്ലാത്തിനും തിരികൊളുത്തുന്നതും സൊല്യൂഷന് മുൻകൈ എടുക്കുന്നതും സുജാതൻ മാഷാണ്. അങ്ങനെ കുട്ടികളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് പുരോഗമനവാദം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരയായ ചാരുവിന്റെ അഭിപ്രായം പോലും ചോദിക്കാതെ കല്യാണം ഉറപ്പിക്കുന്നു. ഇതേ പയറ്റുവേദിയിൽ കല്യാണം ഉറപ്പിക്കുന്നതിന്റെ ചടങ്ങും നടത്തുന്നു. കല്യാണത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയ കുമാറാകട്ടെ ചാരുവുമായുള്ള തന്റെ കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടതോടെ മനസ്സ് മാറുന്നു. അങ്ങനെ അവിടെ ഒരു പൊറാട്ട് അരങ്ങേറുന്നു. ഗ്രാമത്തിലില്ലാതിരുന്ന ചാരുവിന്റെ ബ്രദർ ചാരുഹാസം പോലും ആദ്യം എതിർത്തിട്ട് പിന്നീട് ഈ പൊറാട്ടിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരേ സ്വഭാവമുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് വരുമ്പോൾ അയാളുടെ മനോഭാവം അതായി മാറുന്നു. മീൻസ് കല്യാണത്തിന് ചാരുഹാസനും സപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം പറഞ്ഞ മൂവ്മെന്റാലിറ്റിയും സ്പൈറൽ ഓഫ് സയൻസ് തിയറിയാണ് ഇവിടെ നടക്കുന്നത്. അവസാനം ഈ പൊറാട്ട നാടകം കണ്ടുകൊണ്ട് ചാരു എത്തുകയും തന്റെ അഭിപ്രായം പറയുകയും ചെയ്യുന്നു. അവൾക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്നറിയുന്നതോടുകൂടി അവളെയും ആക്ഷേപിക്കുന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് വീണ്ടും വഴക്ക് തുടങ്ങുന്നു. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ സ്നേഹം കാണിക്കുകയും അതേസമയം ആ ആവശ്യം നടക്കാതെ വരുമ്പോൾ മുഖം തിരിക്കുകയും ചെയ്യും. ഇതെല്ലാം കണ്ട് നിസ്സഹായയായി നിൽക്കേണ്ടി വന്ന ചാരുവിനെയാണ് അവിടെ കാണുന്നത്. ആൻഡ് അതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, ഇതിൽ ചാരുവിന്റെ കാമുകനായ ബാബുരാജ് എന്ന ക്യാരക്ടർ പോലും ഒരിടത്ത് വെച്ച് പോലും അവൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അയാൾക്ക് ഈ കാര്യത്തിലുള്ള ദേഷ്യം പല സീനുകളിലും കാണിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് ഇടപെടാൻ തയ്യാറാകുന്നില്ല. അയാളും ഒരു തരത്തിൽ ചാരുവിനെ ബ്ലെയിം ചെയ്യാൻ ശ്രമിക്കുന്നതും ഇതിന്റെ കാരണക്കാരോട് അമർഷം കാണിക്കാതെ ചാരുവിനോട് ആ ദേഷ്യം തീർക്കാനും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് പല ഷോട്ടുകളിലും കാണാം. കാരണം ഇവിടെ ബാബുരാജും ആ പൊറാട്ടിന്റെ ഭാഗമാണ്. സത്യം അറിയാമെങ്കിൽ പോലും ആ പൊറാട്ടിൽ പങ്കുചേരുകയാണ് അയാൾ ചെയ്യുന്നത്. ഒടുവിൽ വീട്ടുകാരുടെ പൊറാട്ടിനെ എല്ലാം അവരുടെ വഴിക്ക് വിട്ടിട്ട് ചാരു ബാബുരാജിനെ കൂട്ടി സുട്ടുവിനെ തിരക്കി ഇറങ്ങുന്നു. ഇതിനിടയിൽ സുട്ടു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. നായയെ സംബന്ധിച്ച് തന്റെ പ്രാണന് വേണ്ടി ഓടുന്നത് മാത്രമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതിനെ പിന്തുടരുന്നവർക്ക് അതൊരു വേട്ടയായി മാറുന്നു. ആയുധങ്ങൾ കളക്ട് ചെയ്യുന്ന സീൻ മുതൽ നായയെ ചേസ് ചെയ്യുന്നത് വരെ ഇതിന്റെ ഭീകരത കാണിക്കുന്ന തരത്തിൽ വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടാണ് ഓരോ ഷോട്ട്സും എടുത്തിട്ടുള്ളത്. അവസാനം പാറമടയിൽ എത്തുമ്പോൾ ഈ കഥയും കഥാപാത്രങ്ങളും പീക്കിലേക്ക് എത്തുന്നു. അവിടെ നമ്മൾ കാണുന്നത്
ഒരു നായയെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകളെയല്ല, കൊല്ലുന്നതിൽ ഒരു തരത്തിൽ ആവേശം കണ്ടെത്തുന്ന ആളുകളെയാണ്. പേപ്പട്ടിയിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരു പ്രാക്ടിക്കൽ റീസൺ ഉണ്ടെന്ന് തോന്നുമെങ്കിലും അവരുടെ പെരുമാറ്റം നോക്കിയാൽ മനസ്സിലാകും അത് രക്ഷപ്പെടലല്ല, അത് കളക്റ്റീവ് എക്സൈറ്റ്മെന്റ് ആണ്. ഒരാളുടെ ഭയം മറ്റൊരാളുടെ വിനോദമായി മാറുന്ന ഒരു ഭീകരാവസ്ഥ. സുട്ടുവിന്റെ POVയിൽ കാണിക്കുന്ന ഷോട്ടിലൂടെയും നായയെ ആക്രമിക്കുന്നതിന്റെ ഹരം കാണിക്കുന്ന അവരുടെ എക്സ്പ്രഷനിലൂടെയും നമുക്കതിന്റെ ഒരു ഇമ്പാക്ട് നന്നായിട്ട് മനസ്സിലാവും. ആ പൊറാട്ടിനിടയിൽ ഈ ബോംബും പടക്കവും എല്ലാം കൂടെ കാറിലിരുന്ന് കാറ് കത്തുന്നു. ഈ കാറ് കത്തുന്നത് കാണുമ്പോഴും എക്സൈറ്റ്മെന്റും ആവേശവും കൂടുകയാണ് ചെയ്യുന്നത്. തുടക്കത്തിലുള്ള ഒരു സീനിൽ കാറിന്റെ പുറത്ത് കല്ലെടുത്ത് വെച്ചപ്പോൾ ബാബുരാജ് വഴക്ക് പറയുന്നതും ആ ഒരു ചെറിയ അഴുക്ക് പോലും തുടച്ചു കളയുന്നത് കാണാം. അപ്പോൾ ആ കാറ് കത്തുന്നത് കാണുമ്പോൾ അതിൽ ഇരട്ടി സന്തോഷം തോന്നുന്നതായിട്ടാണ് അവരുടെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യന്റെ ഉള്ളിലെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഡാർക്ക് സൈഡ് നമുക്ക് ആ സീനിൽ നിന്നും കാണാം. പെണ്ണും പൊറാട്ടും എന്ന മൂവി ഇവിടെ വളരെ ശക്തമായി ഇൻഡയറക്ട്ലി ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നുണ്ട്. ശരിക്കും അപകടകാരി ആരാണ്? ജീവന് വേണ്ടി ഓടുന്ന ആ ജീവിയോ, അല്ലെങ്കിൽ അതിനെ പിന്തുടർന്ന് ആസ്വദിക്കുന്ന മനുഷ്യരോ? ഈ സീൻ നമ്മളെ അൺകംഫർട്ടബിൾ ആക്കുന്നതും ഇതുകൊണ്ടാണ്. കാരണം ഇത് സിനിമയിലെ ഫിക്ഷൻ പോലെ തോന്നില്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണിത്. ഇന്നും പല സാഹചര്യങ്ങളിൽ ഒരാളുടെ ദുരിതം മറ്റൊരാളുടെ കണ്ടന്റായി മാറുന്നു, ഒരാളുടെ ഭയം മറ്റൊരാളുടെ എന്റർടൈൻമെന്റ് ആകുന്നു. ആൾക്കൂട്ടത്തിൽ മെജോറിറ്റി എന്താണോ ചെയ്യുന്നത് നമ്മളും അവരുടെ ഭാഗമാവുകയും അവിടെ ക്രൂവൽറ്റി നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ മനുഷ്യർ ഒരു പോയിന്റ് കഴിഞ്ഞാൽ റീസൺ കൊണ്ടല്ല പെരുമാറുന്നത്, ക്രൗഡ് എനർജി കൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതാണ് ഈ സീനിന്റെയും ഏറ്റവും ഭയപ്പെടുന്ന ഭാഗം. അവസാന ക്ലൈമാക്സിൽ ചാരുവിന്റെ കൂടെ പോകാൻ ആഗ്രഹമുണ്ടായിട്ടും അവൻ ഓടിപ്പോകാനാണ് തീരുമാനിക്കുന്നത്. ചാരുവിന്റെ കൂടെ സുട്ടു പോകുമെന്ന് നമുക്കും കാണുമ്പോൾ തോന്നും. പക്ഷെ അവിടെ ബാബുരാജും വ്യത്യസ്തമല്ല, അയാളും ആ പൊറാട്ടുകളിൽ ഒരാൾ തന്നെയാണെന്ന് അവൻ അവിടെ മനസ്സിലാക്കുന്നു. അവസാനത്തെ ഷോട്ടിലും മനുഷ്യരിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം മൃഗങ്ങൾ. അങ്ങനെ അവൻ പട്ടട എന്ന ഗ്രാമത്തിൽ നിന്നും അതിർത്തിയിലെ പുഴ നീന്തിക്കടന്ന് അപ്പുറത്തുള്ള ദേശത്തിലേക്ക് പോകുന്നു. അവസാനത്തെ ആ ഷോട്ടിലും മനുഷ്യരിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു കൂട്ടം മൃഗങ്ങളെയാണ് കാണിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ സിനിമ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും അതിന് അന്തർഹീനമായിട്ടുള്ള വിഷയങ്ങളും മനുഷ്യരുടെ സ്വഭാവം എല്ലാം പറഞ്ഞു. ഇനി ടെക്നിക്കൽ സൈഡിലേക്ക് വരാം. രാജേഷ് മാധവിന്റെ ആദ്യ സിനിമയാണെന്ന് ഒരിക്കലും തോന്നില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ പോലെ അത്രയും മെച്യൂർഡ് ആയിട്ടാണ് സിനിമ എടുത്തിട്ടുള്ളത്. അതുപോലെ വിഷ്വൽസ്, എഡിറ്റിംഗ്, ആർട്ട്, മ്യൂസിക്, സൗണ്ട് മിക്സിംഗ്, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണിത്. സിനിമയുടെ കോറിനെ എൻഹാൻസ് ചെയ്യുന്ന വിഷ്വൽസ് ആണ്. കൂടുതലും നാച്ചുറൽ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പല വിഷ്വൽസിലും പാലക്കാട് ഗ്രാമപ്രദേശങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുന്ന പോലെ തോന്നും, അത്രയും റിയലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ നായയുടെ POVയിൽ എടുത്തിട്ടുള്ള ഷോട്ട്സുകളുമെല്ലാം കറക്റ്റ് ആ നായ എങ്ങനെയാണോ കാണുന്നുണ്ടാവുക അത് നമുക്ക് ഫീൽ ചെയ്യും. എഡിറ്റിങ് ചമൻ ചാക്കോ ആണ്. അപ്പോൾ പിന്നെ കൂടുതൽ പറയണ്ടല്ലോ. ഒബ്വിയസ്ലി ഇതിൻ്റെ സ്റ്റോറി നറേഷൻ്റെ സ്ട്രെങ്ത് തന്നെ കറക്റ്റായിട്ട് നാച്ചുറൽ ഫ്ലോയിൽ സീക്വൻസ് ചെയ്തിട്ടുള്ള എഡിറ്റിംഗ് ആണ്. അതിനെ എൻഹാൻസ് ചെയ്യുന്ന മ്യൂസിക്കും സൗണ്ട് മിക്സിങ്ങും. ഇവർ ഡാമിലേക്ക് പോകുമ്പോൾ വരുന്ന മ്യൂസിക് ഒക്കെ നൈസായിരുന്നു. തനതായ ഭാഷയും ശൈലിയും തോന്നിപ്പിക്കുന്ന, എന്നാൽ സീനിന് ബ്ലെൻഡ് ആവുന്ന തരത്തിലുള്ള ട്രാക്കുകൾ. ഇതൊരു നായയുടെ കഥ പറയുന്ന, അല്ലെങ്കിൽ സാധാ ഗ്രാമങ്ങളിലെ നിഷ്കളങ്കമായ പ്രശ്നങ്ങൾ കാണിക്കുന്ന കഥ മാത്രമല്ല, ഇതൊരു സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ ഒരു ചെറിയ കാര്യത്തെ വലിയൊരു പൊറാട്ടാക്കി മാറ്റുന്നു എന്നതിൻ്റെ കഥ കൂടിയാണ്. ആൻഡ് ഒരു റിമൈൻഡർ കൂടിയാണ്. ക്ലൈമാക്സിൽ കൂട്ടത്തോടെ മൃഗങ്ങളെല്ലാം പലായനം ചെയ്യുന്ന പോലെ ബന്ധിക്കപ്പെട്ടവർക്കെല്ലാം ഒരു ദിവസം ഓടി രക്ഷപ്പെടേണ്ടി വരുമെന്ന റിമൈൻഡർ. സോ ഇതുപോലുള്ള സിനിമ റിലേറ്റഡ് കോണ്ടന്റ്സ് ഇഷ്ടമുള്ളവർ ഡു ഫോളോ ആൻഡ് സപ്പോർട്ട്. ദിസ് ഇസ് ഭാമ. താങ്ക് യു ഫോർ വാച്ചിങ്.